കുറ്റ്യാടി മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി കുറ്റ്യാടി എംഎൽഎ കെ.പി. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ പറഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്നും എംഎൽഎ കെ.പി. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ പറഞ്ഞു. പൊതുമരാമത്ത് രംഗത്ത് കുറ്റ്യാടി മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ PWD റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ 5 റോഡുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടി പ്രവൃത്തി പദത്തിലെത്തിക്കഴിഞ്ഞാൽ 90% വരുന്ന റോഡുകളും ഉന്നത നിലവാരത്തിലുള്ള റോഡുകളായി മാറും. 15 വർഷമായി ജനങ്ങൾ കാത്തിരിക്കുന്ന കുറ്റ്യാടി ബൈപ്പാസ് ഇപ്പോൾ വളരെ വേഗം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വടകരയും മാനന്തവാടിയുമായി ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. കുറ്റ്യാടി നാദാപുരം മണ്ഡലത്തിലെ ഭാഗങ്ങൾ ഇപ്പോൾ വളരെ വേഗതയിൽ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയും. വടകര ജാനിയംകടവ് റോഡ് ഏറ്റവും ഉന്നത നിലവാരമുള്ള റോഡായി മാറിയിട്ടുണ്ട്. കാവിൽ തീക്കുനി കുറ്റ്യാടി റോഡ് ഏറ്റവും നല്ല റോഡായി. നേരത്തെ വലിയ പരാതികൾക്കിടയായി മീൻകണ്ടി മുതൽ തുലാറ്റുന്നട വരെ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ പരാതിക്കിടയായ റോഡായിരുന്നു. ഏറ്റവും നല്ല റോഡായി മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ കുറ്റ്യാടി മുതൽ ചേലക്കാട് വരെ ഏറ്റവും ഉന്നത നിലവാരമുള്ള റോഡായി മാറിയിട്ടുണ്ട്. മറ്റൊരു ഏറ്റവും ആധുനികമായ റോഡ് നിർമ്മാണ രീതി FDR, അതനുസരിച്ച് കുറ്റ്യാടി മണ്ഡലത്തിലുള്ള റോഡ് നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് തണ്ണീർപന്തൽ ഇളയടം അരൂർ റോഡാണ്. റോഡിലുള്ള നിലവിലുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് വീണ്ടും റോഡ് പുനരുദ്ധരിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. BMN-BCയേക്കാൾ 30% ചെലവ് കുറവാണ് എന്നതാണ് ആ രീതിയുടെ പ്രത്യേകത എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ റോഡുകളുടെ കാര്യത്തിൽ പൂർണ്ണമായി വലിയ രൂപത്തിലുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞു. കുറ്റ്യാടി മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഇനിയൊരു സ്ഥാപനത്തിനും പുതിയ കെട്ടിടം ആവശ്യമില്ല. എല്ലാ സ്കൂളുകൾക്കും 10 സ്കൂളുകൾക്ക് 13.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി മുതൽ 3 കോടി വരെ അനുവദിച്ചുകൊണ്ടാണ് സ്കൂൾ കെട്ടിടങ്ങൾ പൂർണ്ണതയിലെത്തിച്ചത്. കുറേ പ്രവൃത്തി പൂർത്തീകരിച്ചു. മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരികയാണ്. 2 ITകൾ ഉണ്ടായിരുന്നു. വടകരയിലും വില്യാപ്പള്ളിയിലും മണിയൂരിലും. രണ്ടും വാടക കെട്ടിടത്തിലായിരുന്നു. പക്ഷേ ഇപ്പം 6 കോടി 90 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് 2 IT കെട്ടിടവും പൂർത്തീകരിക്കുകയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 AEOS ഓഫീസിന് സ്വന്തം ഓഫീസ് ഉണ്ടായിരുന്നില്ല. കുന്നുമല AEOS ഓഫീസ് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്ത് കെട്ടിടമുണ്ടാക്കി അവിടെ മാറ്റി നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നു. തോടന്നൂർ AEOS ഓഫീസിന് സ്ഥലമുണ്ടായിരുന്നില്ല. അധ്യാപകന്മാരും രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് 20 ലക്ഷം രൂപ ശേഖരിച്ച് 10 സെന്റ് സ്ഥലം വാങ്ങി. 1 കോടി 20 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഓഫീസ് അവിടെ മാറ്റിയിരിക്കുക. അപ്പോൾ AEOS ഓഫീസിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊകേരി ഗവൺമെൻറ് കോളേജിൽ വിവിധ പദ്ധതികൾ, അതിലേറ്റവും പ്രധാനമായി സെമിനാർ കം ലൈബ്രറി ഹാൾ, അധ്യാപകന്മാരുടെ ക്വാർട്ടേഴ്സ്, ഗ്രൗണ്ട്, ഗേറ്റ്, നിലവിലുള്ള കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം എല്ലാം കൂടി 13 കോടി രൂപയോളം ഉള്ള വികസന പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിൽ പ്രവർത്തിക്കുന്നതാണ് പ്രശസ്തമായ കുന്നുമ്മൽ വനിതാ വോളിബോൾ അക്കാദമി. നാട്ടുകാർ നൽകിയ സ്ഥലത്ത് 1 കോടി രൂപ ഗ്രൗണ്ട് ഉണ്ടാക്കാനും 2 കോടി രൂപ ഹോസ്റ്റൽ ഉണ്ടാക്കാനും വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതുപോലെ കുറ്റ്യാടി മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതുവഴി സ്വീകരിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് നടപ്പിലാക്കി വരുന്ന സ്മാർട്ട് കുറ്റ്യാടി
മണ്ഡലത്തിലെ പ്രത്യേകമായ വിദ്യാഭ്യാസ പദ്ധതിയാണ്. -2 മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നിലവാരമുയർത്തുന്നതിന് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നറിയാം. ഇൻട്രോ ടു ആസ്ട്രോ എന്ന് പറയുന്ന 50 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി വാന നിരീക്ഷണത്തിന് പയ്യന്നൂരിൽ പോകേണ്ടി വന്നു. അപ്പം ഈ സ്മാർട്ട് കുറ്റ്യാടിയുടെ നിർദ്ദേശമനുസരിച്ച് മണിയൂർ പഞ്ചായത്തിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി കെട്ടിടം മണിയൂർ പഞ്ചായത്ത് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു. അവിടെ ആവശ്യമുള്ള യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പഞ്ചായത്തിലൊരു കളിക്കളം സംസ്ഥാന സർക്കാരിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. മണിയൂർ പഞ്ചായത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതിൽ 50 ലക്ഷം MLA നൽകിയാൽ 50 ലക്ഷം സർക്കാർ നൽകും എന്നതാണ് സ്കീമിൻ്റെ പ്രത്യേകത. പയ്യന്നൂരിൽ 1 കോടി രൂപ, വില്യാപ്പള്ളി പഞ്ചായത്തിൽ 1 കോടിയുടെ പ്രവർത്തനം ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത്. പുറമേരി പഞ്ചായത്തിലെ മലയാളപ്പൊയിലിൽ 2 ഏക്കർ സ്ഥലത്ത് 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തും MLA ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് മൊകേരിയിൽ EMS സ്മാരക സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കളിക്കളങ്ങൾക്ക് വേണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിട്ടുണ്ട്. ഈ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിന് ഉൾപ്പെടെ. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ കളിക്കളം പദ്ധതിയും നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വടകര മാഹി കനാൽ കടത്തനാടുകാരുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ കാലമായി നമ്മൾ കേൾക്കുന്നത്. 5 റീച്ചുകളാണുള്ളത്. കുറ്റ്യാടി, നാദാപുരം മണ്ഡലത്തിലാണ് പ്രധാനമായി, അല്പഭാഗം വടകരയിലും ഉണ്ട്. അതിൽ 3ാമത്തെ റീച്ച് ഒഴികെ ബാക്കി എല്ലാ റീച്ചിൻ്റെയും പ്രവർത്തനം പൂർത്തീകരിച്ചു. 3ാമത്തെ റീച്ച് കുഴിക്കുന്തോറും ഇടിഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ പരിഹാരം ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാഹി കനാൽ പൂർണ്ണമാകും. കുറ്റ്യാടിപ്പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കനാലിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജ് 31 കോടി രൂപ ചെലവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം അത് പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത്. മൂഴിക്കൽ മുതൽ കോട്ടപ്പള്ളി വരെ കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് വീതിയും ആഴവുമുള്ള കനാലായി മാറിയിട്ടുണ്ട്. ബോട്ടുകൾക്ക് സഞ്ചരിക്കാം. പക്ഷേ കോട്ടപ്പള്ളി പാലത്തിന് ഉയരമില്ല, നീളമില്ല. അതുകൊണ്ട് പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ULCC ആണ് ഏറ്റെടുത്തത്. 17.5 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത്. ഇതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ, 3ാം റീച്ച് കൂടി കഴിഞ്ഞാൽ മാഹി കനാൽ യാഥാർത്ഥ്യമാകും. ചരക്ക് നീക്കത്തിലും ടൂറിസം രംഗത്തും വലിയ രൂപത്തിലുള്ള മുന്നേറ്റം കുറ്റ്യാടി മണ്ഡലത്തിന് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ടൂറിസം ഡെസ്റ്റിനേഷനിൽ കുറ്റ്യാടി കൂടി പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറി. പൈതൃക ടൂറിസത്തിൻ്റെ ഭാഗമായി ലോകനാർകാവിൽ ഏർപ്പെടുത്തിയ പദ്ധതികൾ, വിവിധ പദ്ധതികൾ, ചെറിയ ചിറയും വലിയ ചിറയും കെട്ടിഭദ്രമാക്കി 12 AC മുറികളും 2 ഡോർമെറ്ററികളുമുള്ള കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഗസ്റ്റ് ഹൗസ്, ദേവസ്വം ഗസ്റ്റ് ഹൗസ് നിലവിൽ വന്നു. പാരമ്പര്യ രൂപത്തിലുള്ള കളരി അഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു. അഗ്രശാലയും ഓഫീസും ചുറ്റുമതിലും നിലവും എല്ലാം തന്നെ നല്ല രൂപത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി മലബാറിലെ ആദ്യത്തെ കളരി മ്യൂസിയം വരാൻ പോകുന്നത് അവിടെയാണ്. പഴയ പുതിയോട്ടിൽ കൊട്ടാരം പുതുക്കി പണിയുന്നുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി അവസാനിക്കും. നമ്മുടെ പയങ്കുറ്റി മല നേരത്തെ തന്നെ പൂർത്തിയായ ഒരു പദ്ധതിയാണ്. രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ലോകനാർകാവും പയങ്കുറ്റി മലയും ഒരു പ്രധാനപ്പെട്ട സന്ദർശക കേന്ദ്രമായി മാറും. മണിയൂർ പഞ്ചായത്തിൽ കുറ്റ്യാടിപ്പുഴയിൽ 1.5 ഏക്കർ സ്ഥലത്ത്, എന്തായിരുന്നു അതിൻ്റെ പേര്? അല്ല, മഞ്ചയിൽ കടവ്. 1.5 ഏക്കർ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തും തൊഴിലേതരായ ചെറുപ്പക്കാരും മണിയൂർ പഞ്ചായത്തും കൂടി നിർമ്മിച്ച നല്ല ഒരു കേന്ദ്രമായി മാറി. 100 കണക്കിന് പേർ ദിവസവും സന്ദർശിക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. ചൊവ്വാപ്പുഴയിൽ 1 കോടിയുടെ പദ്ധതി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ചെറണ്ടത്തൂർ ചിറയിൽ 1 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. പ്രകൃതി ഭംഗിയും നെൽകൃഷിയും ദേശാടന കിളികളെയും ഒക്കെ കാണാൻ സൗകര്യമുള്ള ഒരു കേന്ദ്രം. ഭാവിയിൽ
ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം. ഇപ്പോൾ തന്നെ കുറ്റ്യാടിപ്പുഴയിൽ വേളത്തും കുറ്റ്യാടിയിൽ 2 സ്വകാര്യ സംരംഭങ്ങൾ ഇപ്പോൾ നല്ല നിലയിൽ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് എന്ന് കാണാം. ആ രൂപത്തിൽ നല്ല സാധ്യതയുള്ളതാണെന്ന് കാണാം. 8 പഞ്ചായത്തിലും കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കി. വേളം പഞ്ചായത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുക വഴി കർഷകർക്ക് 50 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ലഭിച്ചിട്ടുള്ളത്. നെൽകൃഷി ഏറ്റവും കൂടുതലുള്ളത് കുറ്റ്യാടി മണ്ഡലത്തിലാണെന്ന് അറിയാമല്ലോ. പക്ഷേ വെള്ളക്കെട്ട് കൊണ്ട് കൃഷിക്ക് ഉപയുക്തമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ട്. അതിന് പരിഹാരമായി 2 കോടിയുടെ പദ്ധതി ആയഞ്ചേരിയിലും 1 കോടിയുടെ പദ്ധതി കുറ്റ്യാടിയിലും നടക്കുന്നുണ്ട്. തരിശുരഹിത മണ്ഡലമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നെൽകൃഷി വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് പുതുതായി കൃഷിക്ക് ഉപയുക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാർഷിക മേഖലയിലും ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷമായി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അത് മണിമലയിലെ കോക്കനട്ട് പാർക്കിൽ ചുറ്റുമതിൽ കെട്ടി സാങ്കേതിക പ്രശ്നങ്ങൾ മുഴുവൻ ചേർത്തു 5 ഏക്കർ സ്ഥലം ഇപ്പോൾ സംരംഭകർക്ക് നാളികേരാധിഷ്ഠിത വ്യവസായവും ഭക്ഷ്യ സംസ്കരണ വ്യവസായവും ആരംഭിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ പാകത്തിൽ ആയിട്ടുണ്ട്. അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 89 പേർ അപേക്ഷ സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വ്യവസായ സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കാനും ഇപ്പം ഇതുവഴി കഴിയും. ആരോഗ്യരംഗത്ത് താലൂക്ക് ആസ്പത്രിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുറ്റ്യാടി 28.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 6 നില കെട്ടിടം മാർച്ച് മാസമാകുമ്പോഴേക്ക് പൂർത്തീകരിക്കാൻ കഴിയും. രാവും പകലും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. 10 പഞ്ചായത്തിലെ രോഗികൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ സ്ഥലസൗകര്യമില്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഉള്ള ഒരു ആസ്പത്രിയാണ്. മെഡിക്കൽ കോളേജിൽ നടക്കേണ്ട ചെറുകിട ഓപ്പറേഷനുകളെല്ലാം മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ വരെ നടക്കുന്ന ആസ്പത്രിയാണ്. ആ രൂപത്തിൽ നല്ല സൗകര്യപ്രദമായ ഓപ്പറേഷൻ തിയേറ്റർ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 5 പഞ്ചായത്തിൽ PH സെൻ്ററുകളാണുള്ളത്. അതെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് 3 ഡോക്ടർമാരും 2 നഴ്സുമാരും വൈകുന്നേരം വരെ സേവനവും കിട്ടുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. ആയഞ്ചേരിയിലെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനാണ് സ്ഥലസൗകര്യക്കുറവ്. അവിടെ 1,43 ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റെയും കേരള ഗവൺമെൻറ്റെയും തുടർച്ചയായ സമ്മാനങ്ങൾ നേടിയ അരൂർ PHC പുറമേരി PH കുടുംബാരോഗ്യ കേന്ദ്രം എടുത്തു പറയേണ്ട മാതൃകാപരമായ സ്ഥാപനമാണ് എന്നുകൂടി സൂചിപ്പിക്കുക. ഇതിനെല്ലാം പുറമെ മണ്ഡലത്തിലെ കഷ്ടത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7,35 ലക്ഷം രൂപ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊരുപക്ഷെ കുറ്റ്യാടി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു സാമ്പത്തിക സഹായമാണ് എന്ന് കാണാൻ കഴിയും. ആ രൂപത്തിലുള്ള സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2850 അപേക്ഷകൾ വിവിധ വകുപ്പുകളിലേക്ക് നൽകിയിട്ടുണ്ട് ഈ കാലയളവിൽ. അതിൽ 895 അപേക്ഷകൾ ഞാൻ നേരിട്ട് തന്നെ മന്ത്രിമാരെ കണ്ട് കൊടുത്ത അപേക്ഷകളുമാണ്. ഈ രൂപത്തിൽ നിയമസമാജികൻ എന്ന നിലയിൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ജനകീയ പ്രശ്നങ്ങൾ നിയമസഭാ വേദിയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവസരോചിതമായി അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ നിയമസഭയിലും എൻ്റെ കഴിവിനൊത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്.